വീട്ടിലേക്ക് കയറിയ ഷാ കണ്ടത് സോഫയിൽ മലർന്നടിച്ച് കിടക്കുന്ന നിഷുവിനെയും നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന അലിയെയുമാണ്. ഇവിടെ കിടന്നുറങ്ങാതെ റൂമിലേക്ക് ചെല്ലുവേഗം. ഷാ രണ്ടിനെയും കുത്തിപ്പൊക്കി മുകളിലേക്ക് കയറിയപ്പോഴാണ് തൻ്റെ റൂം തുറന്നു കിടക്കുന്നത് അവൻ കണ്ടത്. ഇന്നേ വരെ ആ റൂം ലോക്കിടാതെ ഷാ പുറത്തു പോയിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ്റെ റൂം ലോക്ക് ചെയ്യാൻ അവൻ മറക്കുന്നത്. ഷാ, നിനക്ക് എന്ത് പറ്റി? നിന്റെ റൂം ലോക്ക് ചെയ്യാതെ ഇന്ന് ഫുഡ് കഴിക്കാൻ പോലും വരാറില്ല. നീ റൂം ലോക്ക് ചെയ്യാതെ ജോഗിങ്ങിന് പോയെന്നു. ഓ മൈ ഗോഡ്, വല്ല കാക്കയും മലർന്ന് പറക്കുന്നുണ്ടാവും. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അലി കളിയാക്കി പറയുന്നത് കേട്ട് ഷാ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി തൻ്റെ റൂമിലേക്ക് കയറി. ചുമരിൽ പതിപ്പിച്ചു വെച്ച ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന ആയിഷയെ കാണെ ഷായിൽ ദേഷ്യം അണപൊട്ടി. ഡി! അവൻ്റെ അലർച്ച ആ വീട്ടിലാകെ അലയടിച്ചു. ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ വീട്ടുകാരുടെ ചെവിയിൽ അവൻ്റെ അലർച്ച ചെറുതായി തട്ടിത്തടഞ്ഞുപോയി. റൂമിന് വെളിയിലുണ്ടായിരുന്ന അലിയും നിഷുവും ഷാൻ്റെ അലർച്ച കേൾക്കെ അവിടെ സ്തംഭിച്ചു നിന്നു. അകത്തേക്ക് കയറി നോക്കാന്ന് വെച്ചാൽ ഷാൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചു കൂട്ടേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ചുമരിൽ തൂക്കി വെച്ച ഫ്രെയിമിൽ കണ്ണു നട്ടു നിന്ന ഐറ ഞെട്ടലോടെ പുറകോട്ട് തിരിഞ്ഞു നോക്കി. ദേഷ്യം കൊണ്ട് വിറക്കുന്ന ഷാനെ കാണെ അവളൊന്ന് ഉമിനീറിറക്കി. ഈ ക്ലാപ്പ് എന്താ റബ്ബേ, ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നേ? ഞാൻ ഈ റൂമിൻ്റെ ഭംഗി ആസ്വദിച്ചു എന്നല്ലാതെ ഞാൻ ഉദ്ദേശിച്ചു വന്ന സാധനം തപ്പിയിട്ട് പോലുമില്ല. ഓ ഗോഡ്, ഇങ്ങനൊരു ചാൻസ് ഇനി എനിക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ, ഈ കിട്ടിയ ചാൻസ് വെള്ളത്തിൽ വരച്ച വര പോലെ ഞാൻ ഇല്ലാതാക്കിയില്ലേ? ഓരോന്നാലോചിച്ച് ഷാനെ നോക്കി നിൽക്കെ പെട്ടെന്ന് അവൻ്റെ കൈ അവളിൽ അമർന്നതും വേദന കൊണ്ട് അവൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചു. അതേസമയം ഷാ കൂടുതൽ ശക്തിയോടെ അവളുടെ കയ്യിലെ പിടിമുറുക്കി അവളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. ഹൗ ഡെയർ യു! ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെ റൂമിൽ കയറിയേ? എൻ്റെ വീട്ടുകാർക്ക് പോലും ഈ റൂമിൽ കയറാൻ അവകാശമില്ല. എന്നിട്ട് എൻ്റെ ആരുമല്ലാത്ത നീ ആരുടെ സമ്മതം ഉണ്ടായിട്ടാ എൻ്റെ റൂമിൽ കയറിയേ? ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആരുടെ റൂമിലേക്ക് ഇടിച്ചു കയറി പോകരുതെന്ന് അറിയില്ലേ നിനക്ക്? ഓ, അതെങ്ങനെ അറിയാനല്ലേ? കള്ളനെ പോലെ ഒളിഞ്ഞു നോക്കുന്നേ ഇന്നലെ കണ്ടിരുന്നു. ഒരുപക്ഷെ കക്കാൻ കയറിയായിരിക്കും അല്ലേ എൻ്റെ റൂമിൽ? നിന്നെപ്പോലെ ഒരു പെരുങ്കള്ളിയെ ഈ വീട്ടിൽ നിർത്താൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് നിമിഷം ഇറങ്ങണം എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ കൺവനിയിൽ നിന്നും. ഇനി ഒരിക്കലും എൻ്റെ കൺവെട്ടത്ത് പോലും വരാൻ നീ ശ്രമിക്കരുത്. ഒരു പെരുങ്കള്ളിയാണല്ലോ ഞാൻ പ്രേമിച്ചെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സ്വയം ലജ്ജ തോന്നും. ഇറങ്ങിപ്പോടിപ്പില്ലേ? ഷാ അവളെ റൂമിന് വെളിയിലേക്ക് ഉന്തിയിട്ടതും അലിയുടെയും നിഷുവിൻ്റെയും കാലിനടുത്തേക്കായിരുന്നു ഐറ ചെന്ന് വീണത്. ഷാ! ഡോറിനടുത്ത് ദേഷ്യത്തോടെ നിൽക്കുന്ന ഷാനെ കാണെ നിഷു അവനെ വിളിച്ചതും ഐറയുടെ മുഖത്തേക്ക് കലിപ്പിൽ നോക്കി നിന്ന് ഷാ നിഷുവിനെ നോക്കി. നീ എന്താടാ ഇങ്ങനെ? നിന്നെ മാത്രമല്ല ഇവൾക്ക് നല്ലോണം അറിയുകയുള്ളൂ. നിന്റെ ജൂനിയറും നിന്റെ ഫ്രണ്ടും അല്ലേ ഐറ? അതുമല്ല, നിന്റെ റൂമിലേക്ക് ആർക്കും പ്രവേശനം ഇല്ലാന്ന് ഇവൾക്കറിയില്ല. അങ്ങനെയുള്ള ഇവൾ നിന്റെ റൂമിൽ കയറിയതിന് നീ ഇങ്ങനെ പ്രതികരിക്കുന്ന എന്തിനാ? നിന്റെ ഭാഗത്താണ് ഞാൻ തെറ്റ് കാണുന്നത്. റൂം ലോക്ക് ചെയ്യാതെ നീ പോയത് കൊണ്ടാണ് ഐറ നിന്റെ റൂമിലേക്ക് കയറിയത്. അതുപോലെ നിന്റെ റൂമിൽ ആരും കയറുന്നത് നിനക്ക് ഇഷ്ടമില്ല എന്നും നീ ഇവളോട് പറഞ്ഞില്ല. അതുകൊണ്ട് തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമാണ്, മനസ്സിലായോ? നിഷു ഷാനെ നോക്കി പറഞ്ഞത് കേൾക്കെ ഷാ ഐറയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞൊലിച്ച് കണ്ണീർ അവളുടെ കവിളിനെ ചുംബിക്കുന്നുണ്ട്. അലിയും നിഷുവും അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവരോട് ചേർത്ത് നിർത്തി. അല്ല ഷാ, ഇവൾ കള്ളിയാണെന്നും പെരുങ്കള്ളിയാണെന്നും പറയാൻ മാത്രം ഇവൾ എന്ത് കുന്തമ നിന്റെ റൂമിൽ നിന്ന് കട്ടത്? പറ. നിന്റെ ഹൃദയം ഒരു പക്ഷേ അവൾ കട്ട് കാണും. അതല്ലാതെ അവൾ എന്തോ ഉണ്ട കട്ടിട്ടാ നീ ഇവൾക്ക് പെരുങ്കള്ളി എന്ന നാമം ചാർത്തി കൊടുത്തത്? നിന്റെ ഹൃദയം ഇവൾ കട്ടിട്ടുണ്ടെങ്കിൽ അതിന് അവൾ ഒരിക്കലും ഉത്തരവാദിയല്ല. കക്കാൻ പാകത്തിന് അവളോട് നിന്റെ ഹൃദയം നിനക്കുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തതും നീയാ. അത് പിന്നെ? അലിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഷാ തല താഴ്ത്തി. അവൻ ചോദിച്ച പോലെ എന്ത് കണ്ടിട്ടാ താൻ അവൾക്ക് അങ്ങനൊരു നാമം നൽകിയത്? ഒന്നും കക്കാഞ്ഞിട്ട് പോലും കള്ളിയെന്ന നാമം അവൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് അവളെ വേദനിപ്പിച്ചത് കൊണ്ടല്ലേ ആ കണ്ണ് നിറഞ്ഞൊലിക്കുന്നത്? ഷാ ദയനീയമായി ഐറയെ നോക്കിയെങ്കിലും ഐറ അവനെ നോക്കാതെ തല താഴ്ത്തി. ഞാൻ പോവാണ്. ഇന്നലെ എല്ലാവരോടും നിർബന്ധിച്ചു ഇവിടെ നിർത്തിയേ ഇതുപോലെ അപമാനിക്കാനാണെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നാൽ ഒരിക്കലും ഇവിടെ നിൽക്കില്ലായിരുന്നു. പിന്നെ സോറി ആദം, നിന്റെ റൂമിലേക്ക് ആരും കയറാൻ പാടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി മേലിൽ നിന്റെ മുമ്പിലേക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ അലിക്ക പറഞ്ഞ പോലെ നിന്റെ ഹൃദയം പോലും ഞാൻ കട്ടിട്ടില്ല. നിന്റെ ഹൃദയമോ പ്രണയമോ സ്നേഹത്തോടെയുള്ള നോട്ടമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെ എനിക്ക് വേണ്ട. ഈ നിമിഷം മുതൽ നിനക്ക് എന്നെയോ എനിക്ക് നിന്നെയോ അറിയില്ല. ബൈ. അത്രയും പറഞ്ഞു നടന്നു നീങ്ങാൻ ഒരുങ്ങിയ ഐറയുടെ കയ്യിൽ അലി പിടിമുറുക്കി. ഷാ എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നു. തൻ്റെ റൂമിലേക്ക് ആരും കയറുന്നത് അവൻ ഇഷ്ടമില്ല. പെട്ടെന്നൊരാൾ കയറിയെന്ന് കാണെ ദേഷ്യം മൂലം സമനില തെറ്റിയിട്ടാണ് അവൻ ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞത്. അത് ഐറയെ ഇത്രയ്ക്ക് വേദനിപ്പിക്കുമെന്ന് ഷാ ഒരിക്കലും ഓർത്തില്ല. അതിനാൽ തന്നെ കണ്ണീർ നിറഞ്ഞൊലിക്കുന്ന അവളുടെ മുഖം അവനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു.
ഇവനൊരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ വീട്. അതുപോലെ ഇവനൊരാൾ മാത്രം പറഞ്ഞിട്ടുമല്ല നീ ഇവിടെ താമസിച്ചത്. സോ ഇവൻ പറയുമ്പോൾക്ക് നീ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വീട്ടിലെ മുതിർന്നവരാണ്. സോ അവർ പറയാതെ നീ ഇവിടുന്ന് പോവണ്ട. തൻ്റെ കയ്യിലെ പിടിമുറുക്കി അലിക്ക പറഞ്ഞത് കേൾക്കി ഐറ കണ്ണ് വിടർത്തി അവനെ നോക്കി. ഈ വീട്ടിൽ താമസിക്കുക എന്നത് എനിക്ക് അത്യാവശ്യമാണ്. ബിക്കോസ് ഇവിടെ നിന്നാൽ മാത്രമേ ഷാൻ്റെ കയ്യിലുള്ള ഞാൻ തേടിക്കൊണ്ട് നിൽക്കുന്ന സാധനം എനിക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം എന്ന് മനസ്സ് അലമുറയിട്ട് പറഞ്ഞപ്പോയേക്കും അലിക്ക അങ്ങനെ പറഞ്ഞതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പം നിന്റെ റൂമിലേക്ക് ചെല്ലും. ഇന്ന് ഏതായാലും സൺഡേ അല്ലേ, സോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോവാം. ഐറയെ അവളുടെ റൂമിലേക്ക് തള്ളിവിട്ട് അലിയും നിഷുവും ഡോറിനോട് ചാരി നിൽക്കുന്ന ഷാനെ നോക്കി. നിന്റെ റൂമിലേക്ക് അവൾക്ക് പ്രവേശനമില്ല, പക്ഷേ നിന്റെ വസ്ത്രം ധരിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. നിന്റെ പ്രണയം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അലി ഗൗരവത്തോടെ ഷാനെ നോക്കി. ഇനി അഥവാ നിന്റെ പ്രണയത്തിന് അവൾ സമ്മതം മൂളി എന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കും. അപ്പോൾ നീ എന്താ അവളോട് പറയുക? നിന്റെ റൂമിൽ ആരും കയറുന്നത് നിനക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവളോട് ഗസ്റ്റ് റൂമിൽ കിടന്നു എന്നാണോ? നിഷു ദേഷ്യത്തോടെ ചോദിച്ചത് കേൾക്കെ ഷായൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട് അവരെ രണ്ടുപേരെയും നോക്കി. എടാ, ഞാൻ വേണമെന്ന് കരുതിയല്ല അങ്ങനെ പറഞ്ഞേ. എൻ്റെ റൂമിൽ ആരും കയറുന്നത് എനിക്കിഷ്ടമല്ല എന്നറിയൂല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പെട്ടെന്ന് അവളെ റൂമിൽ കണ്ടതുകൊണ്ടും റൂം ലോക്ക് ചെയ്യാതെ പോയതിന് എനിക്ക് എന്നോട് തോന്നിയ ദേഷ്യവും എല്ലാം കൂടിയാണ് ഞാൻ അവളുടെ തലയിലോട്ട് കൊട്ടിയത്. ആ സമയം എൻ്റെ വാക്കുകൾ അവളെ ഇത്രയ്ക്ക് വേദനിപ്പിക്കുമെന്ന് ഞാനും ആലോചിച്ചില്ല. തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ തെറ്റ് നിൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവളോട് സോറി പറഞ്ഞു പ്രശ്നം സോൾവ് ചെയ്തേക്കും. അല്ലാതെ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനൊന്നും കഴിയില്ല. നിന്റെ സോറി കൊണ്ട് അവളുടെ വിഷമം മാറാനും പോണില്ല. പക്ഷേ നീ സോറി പറഞ്ഞേ തീരൂ. ഷാ തല താഴ്ത്തി മൂളിയതും അലി അവനെ നോക്കി. ഷാക്ക് നന്നായിട്ടറിയാം അവൻ്റെ സോറി കൊണ്ടൊന്നും അവളുടെ ഹൃത്തിൽ കൊണ്ട് മുറിവിനെ മായ്ക്കാൻ സാധിക്കില്ലെന്ന്. എന്നാലും അവളോട് മാപ്പ് ചോദിക്കണം എന്നവൻ്റെ മനസ്സും അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് നീ അവളോട് സോറി പറഞ്ഞിരിക്കണം, മനസ്സിലായോ? എന്നാ ചെന്ന് കിടന്നോ. കുറച്ച് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടി ഷോപ്പിങ്ങിന് പോവാം. ഞാനില്ലെന്ന് ആദ്യമേ പറഞ്ഞേക്കാം. അലി പറഞ്ഞതിന് പിറകെ അനീഷ് പറഞ്ഞത് കേൾക്കെ അലിയും ഷായും അവനെ നോക്കി. അതെന്താ? ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി ഇപ്പോൾ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആവാൻ നോക്ക്. പോലീസുകാരുടെ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റിയ വർക്കൊന്നുമല്ല പൊട്ടാ. നിന്നെപ്പോലുള്ള മൊയ്തുകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിഷു അലിയുടെ തലക്കൊരു മേട്ടം കൊടുത്തു പോയതും അലി ഷാനെ നോക്കി. അവനില്ലെങ്കിൽ എന്താ, നമുക്കടിച്ചു വിളിക്കാം. അതും പറഞ്ഞ് അലിയും പോയതും അടഞ്ഞു കിടക്കുന്ന ഐറയുടെ റൂമിൻ്റെ ഡോറിലേക്കായിരുന്നു ഷാൻ്റെ നോട്ടം ചെന്ന് പതിച്ചത്. സോറി പെണ്ണെ, എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തെ ഇത്രയ്ക്ക് വേദനിപ്പിക്കുമെന്ന് കരുതിയില്ല ഞാൻ. അവനൊന്ന് നിശ്വസിച്ച് റൂമിലേക്ക് കയറി ഡോറടച്ച് ബെഡിലേക്ക് കിടന്നു. മനസ്സ് മുഴുവൻ ഐറയാണ്. അവൻ അവളെ ഓർത്ത് കണ്ണടച്ചപ്പോയേക്കും ഫോൺ റിങ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തവൻ ചെവിയോടടുപ്പിച്ചതും പാച്ചുവിൻ്റെ ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് അലയടിച്ചു. ഹലോടാ, ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാലോ? ഞാൻ ഇല്ല, നിങ്ങൾ കറങ്ങിയാൽ മതി. അതെന്താടാ? അവരെല്ലാവരും ഓക്കെ പറഞ്ഞു. നീയും ഉണ്ടായാലല്ലേ വൈബാവുള്ളൂ. ഞങ്ങൾ നാട്ടിലൂടെ തന്നെ ഒന്ന് കറങ്ങാൻ പ്ലാൻ ചെയ്തത്. സോ ഇന്നത് മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് ബീച്ചിലും മാളിലും ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം. എൻ്റെ പെങ്ങന്മാരും അലിയും ഉണ്ടാവും കൂടെ. എന്നാ അങ്ങനെ ആവട്ടെ. അല്ലടാ, ഇതും ജോഗിങ്ങിന് പോയില്ലേ? ഉണ്ടല്ലോ. എന്തേ? അല്ല, നിന്റെ സംസാരത്തിൽ കിതപ്പൊന്നും ഇല്ല. എത്ര കൂളായിട്ടാണ് നീ സംസാരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ജോഗിങ് കട്ട് ചെയ്തെന്ന്. ഹേയ്, അതൊന്നുമില്ല. ക്ഷീണം കാരണം ഇന്ന് പെട്ടെന്ന് തിരിച്ചു പോന്നു, അത്രേ ഉള്ളൂ. ഓ, എന്തായാലും നെജയെ മീറ്റ് ചെയ്ത് കാണുമല്ലേ? പാച്ച കളിയാക്കി ചോദിച്ചത് കേൾക്കെ ഷാ പല്ല് കടിച്ചു. വെച്ചിട്ട് പോടാ ഉരിപ്പേ. ഷാ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്കിട്ട് തിരിഞ്ഞു കിടന്നു. എങ്ങോട്ടാ പോണ്ടത്? യാത്ര തുടങ്ങിയ ശേഷം അലി ചോദിച്ചത് കേൾക്കെ കാറിലെ ബാക്ക് സീറ്റിലിരിക്കുന്ന ദിലുവും ചിന്നുവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ബീച്ചിലേക്ക് വിട്ട വണ്ടി. ഇരുവരും സൈറ്റ് അടിച്ച് ചിരിയോടെ പറഞ്ഞത് കേൾക്കെ ഷാ ഒന്ന് നിശ്വസിച്ചു.